ശ്ലോകം 7. ഇനിയാണ് ധ്യാനത്തെക്കുറിച്ച് പറയുന്നത്. ധ്യാനം തേ ശീലയേയം. ഹേ ഭഗവൻ, അങ്ങയുടെ രൂപത്തിനെ ധ്യാനിക്കാൻ എനിക്ക് സാധിക്കുമാറാകണേ, അതിനെന്നെ അനുഗ്രഹിക്കണേ. ധ്യാനം തേ ശീലയേയം, ഞാനത് ശീലിക്കുമാറാകണമേ. ആ ധ്യാനത്തിൽ നമ്മൾ അഷ്ടാംഗയോഗ പ്രകാരം ആദ്യം അന്ധക്കരണ പരിശുദ്ധി നേടണം. അന്ധക്കരണ പരിശുദ്ധി, മനസ്സിൻ്റെ പരിശുദ്ധി. 5 കാര്യങ്ങളാണ് അവിടെ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതാണ് യമം. ഈ ഗുണങ്ങൾ നേടണം. ഒന്നിനെയും ഹിംസിക്കാത്ത ഒരു സ്വഭാവം. ഹിംസാംന ഗുര്യാ, ഇതാണ് വേദന നമ്മളോട് പറയുന്നത്. ഒന്നിനെയും ഹിംസിക്കാൻ നമുക്ക് അധികാരമില്ല. ഒന്നിനെയും ഹിംസിക്കാൻ പാടില്ല. യമം. നിയമം, ഈ അന്ധക്കരണത്തിനെ, ഈ ശരീരത്തിനെ വൃത്തിയാക്കി വെക്കണം. ശൗച, സന്തോഷ, തപ, സ്വാധ്യായ, ഈശ്വര പ്രണിധാനാനി. എപ്പോഴും അതിനെ ശുദ്ധമാക്കി വെക്കണം. മനസ്സെപ്പോഴും സന്തുഷ്ടമായിരിക്കണം. അതിന് തപസ്, ധ്യാനാദികൾ വേണം. ഏതെങ്കിലും ശാസ്ത്രത്തിനെ ആശ്രയിക്കണം. ഈശ്വര പ്രണിധാനം, എല്ലാം ഈശ്വരന് സമർപ്പിക്കണം. യമം, നിയമം. അപ്പം അവിടെ ഭഗവാനെ ധ്യാനിക്കണമെങ്കിൽ, തപസ് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കണം. അപ്പോൾ ആസനം ശീലിക്കണം. ഏതെങ്കിലും ഒരു സുഖാസനം. ഇന്ന ആസനം വേണമെന്ന് നിർബന്ധമില്ല. ആചാര്യന്മാർ പറയും 45 മിനിറ്റ് നേരം ഇളകാതെ കണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കാവുന്ന ആസനം അതാണ്. 45 മിനിറ്റ് എന്നാണ് കണക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മനസ്സിൽ മറ്റ് വിഷയങ്ങൾ ഒന്നും ചേരാതിരിക്കാൻ വേണ്ടി പ്രാണായാമം. പ്രാണനെ ആയാമം ചെയ്യുക, നിയന്ത്രിക്കുകയാണ്. ആ പ്രാണൻ വരുന്നതും പോകുന്നതും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും അതിലായിരിക്കണം. അപ്പോൾ മറ്റ് ചിന്തകൾ ഉള്ളിലേക്ക് വരില്ല. പ്രത്യാഹാരം. നമ്മൾ എന്ത് പറഞ്ഞാലും ഈ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ ശബ്ദം കേട്ടു, ഉടനെ ചെവി എന്താ കേട്ടത്, അതിനെക്കുറിച്ച് ചിന്തിക്കും. അടുപ്പത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കണു, ഈ മണം, മൂക്ക് വെറുതെ ഇരിക്കുമോ? ഇല്ല. ഇന്ദ്രിയങ്ങൾ അതിൻ്റെ പിന്നാലെ പിടിച്ചു നിർത്തണം. ഇവിടെ പോകാൻ സമ്മതിക്കരുത്. പ്രത്യാഹാരം. പോകുന്നതിന് മെല്ലെ മെല്ലെ പിടിച്ച് ഇത് കഴിഞ്ഞിട്ട് നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പിടിക്കണം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം. ഇത്രത്തോളം കഴിയുമ്പോഴേക്ക് നമ്മുടെ അന്ധക്കരണം പരിശുദ്ധമായി. പിന്നെയാണ് ധാരണ. ഏതെങ്കിലും ഭഗവാന്റെ ഒരു രൂപത്തിനെ പിടിച്ചോളൂ, അതിനെ ധ്യാനിച്ചോളൂ. രൂപം വേണമെന്ന് നിർബന്ധമില്ല. രൂപമില്ലാതെ ബ്രഹ്മത്തിനെ ധ്യാനിക്കാം. ബ്രഹ്മത്തിന് രൂപമില്ല, അത് ധ്യാനിക്കാം. പക്ഷേ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം. അവ്യക്തമായിട്ടുള്ളതിൽ
മനസ്സ് നിന്നാൽ അത് ബുദ്ധിമുട്ട് അധികമാണ്. അതുകൊണ്ട് എൻ്റെ രൂപത്തിനെ ധ്യാനിച്ചോളൂ എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിനെ മുമ്പിൽ വെച്ചിട്ടോ അത് നോക്കി ധ്യാനിക്കണം. ആ ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗത്തിനാണ് ധാരണ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നോക്കി ഓരോ ഭാഗങ്ങളും ഭഗവാന്റെ വിഷ്ണുവിൻ്റെ ആണെങ്കിൽ ആ 4 തൃക്കൈകൾ നമ്മൾ കണ്ടു. അതിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ പിടിച്ചിട്ടുണ്ട്. കിരീട മകുട മകരമണികുണ്ടല ശ്രീവത്സ കൗസ്തുഭ വനമാല തിലക ഹാര കേയൂര അംഗത കങ്കണ അങ്കുലീയ അവിടെയൊക്കെ നമ്മുടെ മനസ്സ് പതിയാണ്. പീതാംബര താഴോട്ട് പോകുമ്പോൾ പീതാംബര കാഞ്ചി നൂപുരാദികൾ ഓരോന്നോരോന്ന് മെല്ലെ 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 നോക്കി ഉറപ്പിക്കണം. ഏത് ദേവനായാലും വിരോധമില്ല. ആ ദേവൻ്റെ രൂപത്തിനെ നമ്മൾ മനസ്സിൽ നോക്കി ഉറപ്പിക്കുന്നു. എപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണു, ഒരു 10 മിനിറ്റ് നേരത്തിന് ആ രൂപം മനസ്സിൽ ഉറച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് വ്യക്തമാണ്, ആ വ്യക്തത പോവും. അപ്പോൾ കണ്ണു തുറക്കണം, വീണ്ടും നോക്കണം. അതാണ് ധാരണ. എത്ര കണ്ണടച്ചാലും മായാത്ത വിധത്തിൽ അത് മനസ്സിൽ പതിയണം. അപ്പം നിങ്ങളുടെ രൂപമൊക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അധികം നേരം നിൽക്കില്ല. എന്തുകൊണ്ട്? ധ്യാനിച്ചിട്ടില്ല. ധ്യാനിക്കുമ്പോഴേ അത് പതിയും. ധ്യാനിച്ച് ഉറപ്പിക്കണം. അതാണ് ധാരണ. ധ്യാനമാവണം. എത്രയായാലും അത് വിട്ടുപോകാതിരിക്കണം. അങ്ങനെ ധ്യാനമാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് സമാധിയിലേക്ക് എത്തും. ഈ അന്ധകരണം, ഈ ചിത്തം ആ ഉള്ളിലുള്ള പരമാത്മാവുമായി ഏകീഭവിക്കും. അതാണ് സമാധി. ഞാൻ എഴുതിയത് സമാധീയതേ ബുദ്ധി അസ്മിൻ ഇതി സമാധി. നമ്മുടെ ബുദ്ധി ആ ഉള്ളിൽ തന്നെയുള്ളതായ പരമാത്മാവിൽ, അതാണ് അസ്മിൻ എന്ന് പറയുന്നത്. അസ്മിൻ ഇതിൽ പരമാത്മാവിൽ സമാധീയതയെ ഉറച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ ആ രൂപം വ്യക്തമായിട്ട് പതിഞ്ഞിരിക്കുന്നു. അപ്പം സമാധി ഉറച്ചു. അപ്പോഴാണ് ധ്യാനം. ധ്യാനം ദേശിലയേയം. ആ ധ്യാനം ഞാൻ ശീലിച്ചു കൊള്ളാം. ശീലിക്കാൻ ഇനി അനുഗ്രഹിക്കണേ. സമതനു സുഖബദ്ധാസനോ. ആയിരിക്കുന്ന ആ സമയത്ത് ശരീരം നട്ടല് വളയാൻ പാടില്ല. സമതനു സുഖ ആസനം, ബദ്ധാസനം, കാലുകൾ ചമ്പളം പടിഞ്ഞിരുന്ന്. എന്നിട്ട് നാസികാഗ്ര ന്യസ്താക്ഷ. ഈ മൂക്കിൻ്റെ ദിശയിൽ നോക്കണം. നാസികയുടെ അഗ്രത്തിലേക്ക് നോക്കാനല്ല പറഞ്ഞേ, നാസികയുടെ ആ ഇതിൽ ആ രേഖയിൽ വേണം നമ്മൾ നോക്കാൻ. ഇതിൻ്റെ തലപ്പിലേക്ക് നോക്കാൻ പാടില്ല. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. നാസികാഗ്ര ന്യസ്താക്ഷ. മൂക്കിൻ്റെ ആ ദിശയിൽ കണ്ണുകൾ പോകണം. ആ കണ്ണുകൾ മെല്ലെ അടയ്ക്കണം. ന്യസ്താക്ഷ. പൂരകാദ്യർ ജിതപവനപഥ. അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പൂരകം, കുംഭകം, രേചകം. ഇതാണ് പ്രാണായാമം. അത് സാധിക്കുമെങ്കിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിക്കുക.
ഇത്ര സമയം പൂരകം, ഇത്ര സമയം കുംഭകം, ഇത്ര സമയം രേചകം, കണക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതൊന്നും നോക്കാതെ കണ്ട് അങ്ങോട്ട് എടുക്കുക, മെല്ലെ വിടുക, എടുക്കുക, മെല്ലെ വിടുക ചെയ്യാം. നാസികാഗ്ര ന്യസ്താക്ഷ പൂരകാദ്യൈഹി ജിതഭവനപഥ. പൂരകം, കുംഭകം, രേചകം, ഇത് മൂന്നിലൂടെ ആ വായുവിൻ്റെ വരവിനെ നമ്മൾ നിയന്ത്രിക്കുന്നു. ജിതഭവനപഥ, വായുവിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നു. അപ്പോൾ എങ്ങനെ വരുന്നു? ഒരു ഹൃദയമുണ്ട് നമുക്ക്. ആ ഹൃദയം ഇപ്പോൾ ഒരു താമര പോലെ ഭാവന ചെയ്യുക. അവാഞ്ചം, ഇപ്പോൾ താഴോട്ടായിട്ടാണ് ആ താമര നിൽക്കുന്നത്, ഹൃദയമാകുന്ന താമര. ആ താമര മെല്ലെ മുകളിലേക്ക് വരണം. ഊർധ്വാഗ്രം ഭാവയിത്വ. അവാഞ്ചം ചിത്തം, താഴോട്ടായിരിക്കുന്നതായ ചിത്രത്തിനെ, താമര പോലെ നിൽക്കുന്ന ചിത്രത്തിനെ ഊർധ്വാഗ്രം ഭാവയിത്വ, മുകളിലേക്ക് വരുന്നതായിട്ട് ഭാവന ചെയ്യുക. എല്ലാം ഭാവന. വരുന്നുണ്ടോ നമുക്കറിയില്ല, പക്ഷേ വരുന്നതായിട്ട് ഭാവന ചെയ്യുക. ഊർധ്വാഗ്രം ഭാവയിത്വ. എന്നിട്ട് അതിൽ ഈ ദേവന്മാരെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. രവി വിധു ശിഖിനഃ സംവിചിന്യ. രവി സൂര്യൻ, വിധു ചന്ദ്രൻ, ശിഖി അഗ്നി. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്. സംവിചിന്യ, നല്ലവണ്ണം. അപ്പോൾ ഹൃദയത്തിൽ ആദ്യം സൂര്യനിരിക്കണം, മുകളിൽ ചന്ദ്രനിരിക്കണം, അതിൻ്റെ മുകളിൽ അഗ്നി ജ്വലിച്ചു കൊണ്ടിരിക്കണം. രവി വിദുഷികിന സംവിചിന്യ ഉപരിഷ്ടാൽ, അതിൻ്റെ മുകളിലായിട്ട് ഉപരിഷ്ടാൽ. എന്നിട്ടോ തത്രസ്ഥം ഭാവയേ ത്വാം, ആ അഗ്നിയുടെ മധ്യത്തിൽ ഞാൻ അങ്ങയെ ഭാവന ചെയ്തുകൊള്ളാം. ആ അഗ്നിയുടെ മധ്യത്തിലാണ് ഭഗവാൻ. ഏത് രൂപത്തിലാണോ നാം ഭഗവാനെ ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ. തത്രസ്ഥം ഭാവയേ ത്വാം. എന്താ ഭഗവാന്റെ രൂപം? സജല ജലധരശ്യാമളം, അതിമനോഹരമായിട്ടുള്ള ശ്യാമള നിറം, കാർമേഘത്തിൻ്റെ ശ്യാമള ആ നിറം. കോമളാംഗം, ഓരോ അവയവവും മനോഹരമായിട്ട് എനിക്ക് കാണാൻ സാധിക്കണം. നേരത്തെ പറഞ്ഞു, ആ ധ്യാനത്തിൻ്റെ അവിടെ പറഞ്ഞു, ഓരോ അവയവവും വ്യക്തമായിട്ട്, എത്ര കണ്ണടച്ചാലും മായാത്ത വിധത്തിൽ ആ ധ്യാനം. ആദ്യത്തെ പടി ധാരണ, അത് ഉറച്ചു കഴിഞ്ഞാൽ ധ്യാനം, അത് മെല്ലെ സമാധിയാവണം. ഒരിക്കലും വിട്ടുപോകാതെ ആ ബുദ്ധി, ഈ രൂപത്തോടുകൂടിയ ബുദ്ധി ഉള്ളിലുള്ള പരമാത്മാവിൽ ഉറച്ചിരിക്കും. സമാധി. അത് ഞാൻ ചെയ്തുകൊള്ളാം. നമ്മൾ ചെയ്യേണ്ടതാണ് പറയുന്നത്. ഈ വിധത്തിൽ നമ്മൾ ആ ഭഗവാനെ ധ്യാനിക്കണം. ആ ധ്യാനത്തിലൂടെ ഈ ജഡമായ പ്രപഞ്ചത്തിനെ നമുക്ക് തള്ളാൻ സാധിക്കുന്നു. അതാണ് ജഡമായ പ്രപഞ്ചത്തിനെ തള്ളുകയാണ് നമ്മുടെ ആവശ്യം. ആ ജഡമായ പ്രപഞ്ചത്തിനെ മെല്ലെ മെല്ലെ നമുക്ക് തള്ളാൻ സാധിക്കണം. അതാണ് ആ ജഡമായ പ്രപഞ്ചത്തിൽ ആദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് എൻ്റെ ശരീരം തന്നെയാണ്. ആ ശരീരം കൊണ്ട് നേടിയതായ പലതും, അല്ലേ? ഗാത്ര, കളത്ര, പുത്ര, പൗത്ര, മിത്ര, ഭൃത്യ,
ബാന്ധവ, പശു, ഗൃഹ, ധന, ധാന്യ, മൊബൈലാദികൾ ഓരോന്ന് കയറി വരും. അപ്പം അങ്ങനെ ധ്യാനിക്കാതിരിക്കുമ്പോഴാണ് മൊബൈൽ എടുത്ത് വെച്ചിരിക്കണേ. അടിക്കും, വെക്കരുത് മൊബൈൽ. ധ്യാനിക്കണോ മൊബൈൽ എവിടെയെങ്കിലും കൊണ്ടി വെക്കണം, കേൾക്കാത്ത സ്ഥലത്ത് കൊണ്ടി വെക്കണം. അപ്പോൾ എൻ്റെ ശരീരത്തിലൂടെയാണ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും അടുത്തുള്ളതായ വിഷയം എൻ്റെ ശരീരം തന്നെയാണ്. ഭഗവാനെ, ഈ വിധത്തിൽ അങ്ങയെ ധ്യാനിക്കാൻ എനിക്ക് സാധിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന.